കോൺഗ്രസിന്റെ കൈവശമുള്ള കേരളത്തിലെ ഏക കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. കണ്ണൂർ ഒരു കാലത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ വിളഭൂമിയായ കണ്ണൂർ, രാഷ്ട്രീയ എതിരാളികളുടെ കൊടിയുടെ നിറം നോക്കി അവരെ പരസ്പരം വെട്ടിക്കൊലപ്പെടുത്തുന്ന കിരാത കൊലപാതക രാഷ്ട്രീയത്തിന്റെ കഥ പറയാനുണ്ട് കണ്ണൂരിൽ. കണ്ണൂരിന്റെ കണ്ണീർ എന്നുണങ്ങുമെന്ന ചോദ്യം കേരളം ഒരുപാട് ആവർത്തിച്ച് ചോദിച്ചതാണ്. ഒരു ഫുട്ബോൾ മത്സരം എന്ന പോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഒരു ഭാഗത്ത് കൊല്ലുമ്പോൾ തിരിച്ചടി എന്നോണം മറ്റൊരു ഭാഗത്ത് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന വാർത്ത കണ്ണൂരിൽ നിന്ന് ദിനംപ്രതി കേരളത്തിൽ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്ന് കണ്ണൂരിൽ കൊലപാതക രാഷ്ട്രീയത്തിന് അയവുണ്ട്. കേരളത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ പ്രവർത്തകരുടെ ജീവൻ നഷ്ടപ്പെട്ട ജില്ല കണ്ണൂരാണ്. ഗാന്ധിയൻ ആദർശങ്ങളും ആശയങ്ങളും മുറുകെ പിടിച്ച് കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ അതിക്രൂരമായി വെട്ടിനുറുക്കപ്പെട്ട കണ്ണൂരിന്റെ കിരാത രാഷ്ട്രീയത്തിന്റെ ഉത്തരവാദികൾ CPM ആണ്. കണ്ണൂരിലെ കോൺഗ്രസിന്റെ പകരം വെക്കാനില്ലാത്ത നേതാവ് കെ സുധാകരൻ CPMകാരുടെ മുഖത്തു നോക്കി എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്: കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ CPM കാബാലികരോട് നോ കോംപ്രമൈസ്. കാരണം എന്തെന്നല്ലേ, മാഹിപ്പാലത്തിന്റെ അതിർത്തിയിൽ നിന്ന് ചേതനയേറ്റ ഒരുപാട് ശവശരീരങ്ങൾ സ്വന്തം കൈകളിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഹതഭാഗരായ രാഷ്ട്രീയക്കാരാണ് കെ സുധാകരനും പി രാമകൃഷ്ണനും എൻ രാമകൃഷ്ണനും സതീശൻ പാച്ചേനി അടക്കമുള്ള കണ്ണൂരിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ. എന്നാൽ കണ്ണൂരിന്റെ നഗരം, കണ്ണൂർ CPM ചെങ്കോട്ടയാണ്, പാർട്ടി ഗ്രാമമാണെന്ന് പറയുമ്പോഴും കണ്ണൂരിന്റെ നഗരഹൃദയം എന്നും കോൺഗ്രസിനെ ചേർത്ത് പിടിച്ചതാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മുഴുവൻ കോർപ്പറേഷനുകളിലും തെരഞ്ഞെടുപ്പ് നടന്നു. 6ൽ 5 കോർപ്പറേഷനുകളും ഇടതുപക്ഷം വിജയിച്ചപ്പോൾ കണ്ണൂർ അചഞ്ചലമായി കോൺഗ്രസിനോടൊപ്പം നിന്ന കോർപ്പറേഷനാണ്. കണ്ണൂരിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അത്രയ്ക്ക് കെട്ടുറപ്പുള്ളതാണ്. കെ സുധാകരൻ, സതീശൻ പാച്ചേനി, മാർട്ടിൻ ജോർജ്, ടി.ഒ. മോഹനൻ, സണ്ണി ജോസഫ് തുടങ്ങി പകരം വെക്കാനില്ലാത്ത നേതാക്കന്മാർ കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ച ഏക കോർപ്പറേഷനായ കണ്ണൂരിൽ ഇത്തവണയും ഭരണം നിലനിർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സ്ഥാനാർത്ഥി നിർണയം ഭംഗിയായി പൂർത്തീകരിച്ചു. യൂത്ത് കോൺഗ്രസിനും KSUവിനും മഹിളാ കോൺഗ്രസിനും ഉൾപ്പെടെ INTUCക്കും ഉൾപ്പെടെ പോഷക സംഘടനകൾക്കെല്ലാം കൃത്യമായ പ്രാതിനിധ്യം നൽകി പരിചയസമ്പത്തിനും യുവത്വത്തിനും സ്ത്രീത്വത്തിനും ഒരുപോലെ പരിഗണന നൽകിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, കേരള വിദ്യാർത്ഥി യൂണിയന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായ റജിൽ മാക്കുറ്റി ഉൾപ്പെടെയുള്ളവർ കണ്ണൂരിൽ ഇത്തവണ ജനവിധി തേടുന്നുണ്ട്. എന്തായാലും കണ്ണൂർ നഗരസഭയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണൂരിൽ ഉജ്ജ്വലമായ പോരാട്ടമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് BJPയെയും CPMനെയും എതിർക്കുന്നതോടൊപ്പം ചെറുപ്പക്കാരുടെ മനസ്സിനകത്തളങ്ങളിലേക്ക് വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും വിഷം കുത്തിവെക്കുന്ന SDPI പോലുള്ള മതവർഗീയ സംഘടനകളെ കൂടി കണ്ണൂരിൽ എതിർത്തു തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കണ്ണൂർ കോർപ്പറേഷനിൽ വികസനത്തിന്റെ പൊൻവെളിച്ചം വിതറിയ, വികസനത്തിന്റെ വെള്ളി വെളിച്ചം വിതറിയ, വികസനത്തിന്റെ വിസ്ഫോടനം തീർത്ത, വികസനത്തിന്റെ വിസ്മയം സൃഷ്ടിച്ച കോൺഗ്രസിനെ ഒരിക്കൽ കൂടി അധികാരത്തിലേറ്റാൻ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. സുശക്തമായ സംഘടനാ സംവിധാനം, എണ്ണയിട്ട യന്ത്രം കണക്കെ ചലിക്കുന്ന സംഘടനാ മെഷീനറി, ഇതെല്ലാം ഒരുമിച്ച് ചേരും. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ മികവും മാറ്റും കോൺഗ്രസിനെ ഒരുപടി മുന്നിൽ നിൽക്കുകയാണ്. അസ്വാരസ്യങ്ങളില്ലാതെ, അതൃപ്തികളില്ലാതെ, അപസ്വരങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച കോൺഗ്രസ് കണ്ണൂർ കോർപ്പറേഷനകത്ത് പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇത്തവണയും കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം കോൺഗ്രസിന്റെ കൈകളിലായിരിക്കും. കണ്ണൂരിന്റെ പയ്യാമ്പലം, കടപ്പുറവും വളപട്ടണം പൊഴിയും ഒന്നിച്ചു ചേരുന്ന കണ്ണൂരിന്റെ മണ്ണിൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയും മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയും വാനിലുയരുമെന്ന കാര്യത്തിൽ തർക്കമില്ല.